ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് കോളിഫ്ലവറും മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചാണ് and ആവി പോകുന്ന സത്യമാണ്. ഇന്ന് ഒരു നളപാചകമാണ്. എൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് പാചകം ചെയ്യുന്നത്. പുള്ളി ഈ എന്താണ് ഇതിൻ്റെ പേര് ഗോബി മഞ്ചൂരിയുടെ പുലിയാണ്. അപ്പോൾ നമുക്ക് മൂപ്പരെ കൊണ്ട് ഉണ്ടാക്കിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭയങ്കര ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ, ഭയങ്കര മടിയാ, വരത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കുളമാക്കുമെന്ന് അറിഞ്ഞില്ല. തന്നിഷ്ടത്തിന് അങ്ങ് വിട്ടാൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തിനാ യേശോ ഇത് മൈദാമാവ് മിക്സ് ചെയ്തിട്ട് അതില് കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്യാനല്ലേ? ആദ്യം മിക്സ് ചെയ്യണം. ശരി. അപ്പൊ അതിന് ഒരു കപ്പ് കോൺഫ്ലോർ ആണ്. പിന്നെ ഒരു കപ്പ് മൈദ അല്ലേ യേശോ ഇത്? മൈദ. ഒരു കപ്പ് മൈദ. ഇനി എന്താ ഇതിൽ ചേർക്കണ്ടേ? ഒരു സ്പൂൺ അരിപ്പൊടി. അരി നന്നായി നമ്മൾ തന്നെ പൊടിച്ച അരിയാണേ, മറ്റേ മട്ട അരിയുടെ പൊടിയാ. ഇനി ഇതെന്താ ചെയ്യേണ്ടത് യേശോ? ആദ്യം ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇനി അത് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യും. അതെന്ന് വെച്ചാൽ അങ്ങനെ മറ്റേതെന്തോ അതുണ്ടോ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. മാവ് ഇതുപോലെ എന്താ പറയുക, ഏതാണ്ട് ഈ ഒരു രീതിയിൽ ഇത് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഇത് നീക്കിയിടുകയാണേ. ഇല്ലേ യേശോ? അങ്ങനെ മിണ്ടാതെ നിൽക്കുക. ഞാൻ വിചാരിച്ചു തന്നെ ചെയ്യുമായിരിക്കും, എനിക്കൊരു റെസ്റ്റ് ആയിരിക്കും വിചാരിച്ചു. എന്നിട്ട് ഇനി അത് ഇളക്കുക. ഇളക്കല്ലേ ജഗതി പറയുന്ന. ഇനി എന്താ അടുത്ത പ്രൊസീജിയർ? ഇത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഈ കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല എന്നാണ് വൈദ്യൻ പറഞ്ഞത്. ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. സ്റ്റോപ്പ് പറഞ്ഞോണം. ഓക്കെ, ഇനി എണ്ണ ചൂടാവട്ടെ. പകുതി ചൂടില് അപ്പം എണ്ണ പകുതി ചൂടിലാവുമ്പോഴേ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും അത്രേ കോളിഫ്ലവറോ. ഓക്കെ, നമ്മള് ഇങ്ങനെ പറക്കി ഓരോന്നോ ഇവിടെ ഇച്ചിരി സ്ഥലം കിടപ്പുണ്ട്. നമ്മളങ്ങനെയാണല്ലോ. ഇനി ഇത് ഫ്രൈ ആയിട്ട് കാണിക്കാം. നമ്മുടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി 2 ട്രിപ്പായിട്ട് കോരിയെടുക്കാനുണ്ട്, കാണിക്കാം. ഓക്കെ, കോര നേരം ഒന്നും കിട്ടുന്നില്ല. ഒട്ടിപ്പിടിച്ചേക്ക് മൈദയല്ലേ. ടെൻഷനൊന്നും ആകണ്ട കേട്ടോ യേശോ. ഞാൻ കോരണോ? ഞാനോ? എന്റെ പാട്ടാണോ? അതാ കൈവച്ച് അങ്ങോട്ടൊന്ന് നീക്കുന്നേരം കയറിക്കോളും. ഓക്കെ, ഇങ്ങനെ ഫ്രൈ ചെയ്ത് അതിനിപ്പോൾ മറ്റേതും കൂടെ ഒന്നുപോലെ വാരി വെച്ചിട്ടെടുത്താൽ മതി. നമ്മൾ 2 ട്രിപ്പായിട്ട് കോരിയെടുത്ത് ഇത്രയുണ്ട്. ഇനി ആ എണ്ണ കൊണ്ട് തന്നെ നമ്മൾ ബാക്കി പരിപാടികൾ തുടങ്ങുകയാണ്. എത്ര തവി എണ്ണ ഒഴിക്കണം യേശോ? ഇങ്ങോട്ട് 1 സ്പൂൺ നമ്മൾ എണ്ണയ്ക്കകത്ത് കൊടുത്തില്ലേ, 3 സ്പൂൺ മതി. 1 സ്പൂൺ മതി അല്ലേ? ഓക്കെ. ഇനി ഇതിലോട്ട് എന്താ ചെയ്യണ്ടേ? എണ്ണ ചൂടാണല്ലോ, പാനപ്പഴേ ചൂടായിരിക്കല്ലേ. എണ്ണ ചൂടായി. നമ്മൾ ക്യാപ്സിക്കം, ഒരു കപ്പ് ക്യാപ്സിക്കം ചേർത്തു. ഇനി എത്ര പച്ചമുളകുണ്ട്? 4 പച്ചമുളക് ചേർത്തു. ഇനി എന്താ പരിപാടി? ഉപ്പ് ചേർക്കും അതിനകത്ത്. ഉപ്പ് ലാസ്റ്റ് ഇനി ചേർക്കാൻ വല്ലതുണ്ടെങ്കിൽ കൊണ്ടുപോകാം.
എന്തൊക്കെയോ ചേർക്കാനുണ്ട്, അതൊന്നും പറയൂല്ല. നാളെ ഞങ്ങൾക്ക് അപ്പൊ സെലറി ചേർക്കണം. അതില്ലാത്തത് കൊണ്ട് യശോയുടെ ഐഡിയയിലാണ്, എനിക്കറിയില്ല. മല്ലിത്തണ്ട് ചേർത്തു. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും മൂത്താൽ മതിയോ? ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ മാത്രം സവാള ചേർത്താൽ മതി. എങ്കിലേ സവാള ഒന്ന് എന്താ പറയുക, ഒരുപാട് വെന്ത് അങ്ങ് വാടി പോകാതിരിക്കും. അങ്ങനെയാണോ യശോ? ഒരു പച്ചപ്പ് വേണം. ഇത്രയും വാടിയാൽ മതിയോ? അപ്പൊ ഈ ഇത്രയും വാടുമ്പോൾ നമ്മൾ സവാള, എത്ര സവാള യശോ ഇത്? 2 ചെറുതോ വലുതോ? 2 ചെറിയ സവാള ഇട്ട് ഇത് വഴണ്ട് വരുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ കണ്ടു? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ. ഞങ്ങൾക്കിവിടെ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് അമ്മിയിൽ വെച്ചിട്ട് ചതച്ചതാണ്. ഓക്കെ, ഇനി എന്താ പരിപാടി? ഓക്കെ, എല്ലാം കൂടെ എടുത്തോണ്ട് പോവാ. ഇനി 2 സ്പൂൺ സോയ ഒഴിക്കണം. സോയ സോസ് ഒഴിച്ച് ഒന്ന്. ഇനി യശോയും കൊണ്ടുള്ള ഒരു പരിപാടി ഞാനില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യും. അതിന് സോയാ സോസാണേ, അല്ല ടൊമാറ്റോ സോസാണ്. ഇതാ ഈ സ്പൂണിന് 5 സ്പൂൺ ടൊമാറ്റോ സോസ് അതൊഴിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ദൂരെ നിന്ന് പറഞ്ഞിട്ട് പോയാലും ഇത്ര മുളക് പൊടി ഇത്? അത് 2 സ്പൂൺ മുളക് പൊടി. പിന്നെ നിങ്ങളുടെ എരിയുടെ ഇഷ്ടം പോലെ. പിന്നെ ഇതെന്താണ്? 1 സ്പൂൺ, 1 ടേബിൾ സ്പൂണാണോ ടീസ്പൂണാണോ കുരുമുളക് പൊടി? ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി എന്താണ്? ഇളക്കുന്നുണ്ട് എല്ലാം കൊടുക്കും. സോയയും മറ്റേതോടി പറ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് ഇനി ഉപ്പിടണം. ഇത് കൂടുതലായിരിക്കും. ഇട്. ഇപ്പോഴാണ് ഉപ്പിടേണ്ടത്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഇത്രയും വെള്ളമാണോ? 1 കപ്പ് വെള്ളമാണ് ഇത് ഒഴിച്ച്. ഇനി ഇതൊന്ന് തിളയ്ക്കണം അല്ലേ? ഇനി തിളയ്ക്കുമ്പോൾ കാണിക്കാതെ. ഓക്കെ, എല്ലാം തിളച്ചു. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എന്തുവാ അതിൻ്റെയൊക്കെ പേര് എനിക്ക് തെറ്റിപ്പോ, കോളിഫ്ലവർ പറക്കിയിടുകയാണേ. അത് ടിഷ്യൂ പേപ്പർ വെച്ച കാരണം അത് ഒട്ടിപ്പിടിക്കുന്നത്. അത് പറക്കിയിടാൻ ഇത്ര താമസം. ഇനി ഇത് എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇനി നമ്മൾ എന്താ യശോ ചെയ്യുന്നത്? നമ്മൾ ഇത് ഒരു ലേശം ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. ശരി, ഇളക്കട്ടെ. അങ്ങനെ സ്വാദിഷ്ടമായ എന്താണ് ഗോബി മഞ്ചൂരിയൻ പരീക്ഷണമല്ല യശോ ഇത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കുളമാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല മണമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ ബൈ.